ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കര മേഖലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിൽ. ചേലക്കര മേഖലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിൽ. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം സാധാരണ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് BJP ആവശ്യപ്പെട്ടു. പാഞ്ഞാൾ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണെന്ന് BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ ആരോപിച്ചു. നമ്മുടെ നാട്ടില് കാട്ടാന ശല്യയുടെ നമ്മുടെ വീടിന്റെ ഏതാനും അടുത്ത് വരെ കാട്ടാനയുടെ ശല്യം എത്തി നിൽക്കുകയാണ്. കാട്ടാന മാത്രമല്ല, കാട്ടുമൃഗങ്ങൾ, വന്യജീവിയുടെ ശല്യം കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മയില്, പന്നി പോലുള്ള സംഗതികൾ വളരെ അത്യപൂർവമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പന്നിയും മയിലും കളിച്ച് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. നാളെ അല്ലെങ്കിൽ അടുത്ത വരും ദിവസങ്ങളിൽ ഇതുപോലെ ആനകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് നാശം വിതയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നാളെ ഈ മയിൽ, പന്നി പോലുള്ള ഒരു സ്ഥിതി ആനകളായിരിക്കും നമ്മുടെ വീടിൻ്റെ മുമ്പിലും പരിസരത്തു കൂടെയൊക്കെ നടക്കുന്നുണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇനി അധികം താമസമില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ MLA-യും MP-യും ഒക്കെ ഉള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ ഈ പരിസരത്ത് ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവരൊക്കെ ഇതിന് വിചാരിച്ചാൽ ഒരു പരിധി വരെ ഇതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സ്വാധീനം ചെലുത്തി ഇതിന് ഒരു തടയിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. മാത്രമല്ല, ഇവിടെ വന്ന് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ വാഹനങ്ങൾ ഓടുന്ന, ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ നിന്ന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറമാണ് ഇന്നലെ ആനകൾ വന്ന് സംഹാരതാണ്ഡവം ആടിപ്പോയിട്ടുള്ളത്. അതിനെതിരെ ജനരോക്ഷം കത്തി ആളി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇവിടെയുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ആളുകളും, MLA ആയാലും MP ആയാലും ഇതിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നാണ് BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പണ്ട് അപൂർവമായി മാത്രം കണ്ടിരുന്ന മയിലും പന്നിയും ഇപ്പോൾ വീടിന്റെ പരിസരങ്ങളിൽ സ്ഥിരം കാഴ്ചയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കാട്ടാനകളും ജനവാസ കേന്ദ്രങ്ങളിൽ സാധാരണ കാഴ്ചയാകാൻ അധികം വൈകില്ല. MLA-യും MP-യും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ നടപടിയെടുക്കണം. ചൊവ്വാഴ്ച രാത്രി പാഞ്ഞാൾ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ആനക്കൂട്ടം ഇറങ്ങിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി CC രാജൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CCV ന്യൂസ്, പാഞ്ഞാൾ.